സമരം കടുപ്പിക്കുകയാണ്, ഏതായാലും ഉപരോധത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു, കടുപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും കടുപ്പിക്കുകയാണ്. ഇന്ന് ഉപരോധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് എല്ലായിടത്തും പരിശീലന പരിപാടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സർക്കാരിനെ അല്ല ഭയക്കുന്നത്, സർക്കാർ നമ്മളെ ഭയക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു പരിശീലന പരിപാടി വെച്ചുകൊണ്ട് സ്ഥലം പോലും നിശ്ചയിക്കാതെ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അവർ ഓരോ അടവും പയറ്റുന്നു, അതിന് എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ചേച്ചി, ഈ പരിശീലന പരിപാടി വെച്ചതുകൊണ്ട് ഏറെക്കുറെ ആളുകൾക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അതായത് എത്ര അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് തന്നെ അറിയാം. ഇന്ന് പരിശീലനം വെക്കാതിരുന്നെങ്കിൽ കൂടുതൽ പേര് എത്തുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ പരിശീലന പരിപാടി തട്ടിക്കൂട്ടി എടുത്തത്. മിക്ക സ്ഥലത്തും സെൻറ്റർ എവിടെയാണെന്ന് പോലും നിശ്ചയിക്കപ്പെട്ടില്ല. എൻ്റെ സ്ഥലത്ത് പോലും പറഞ്ഞ സെൻറ്ററിൽ തന്നെ നടത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എന്നാൽ അവിടെ തന്നെ നോക്കാം എന്നാണ് മെഡിക്കൽ ഓഫീസർ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇതെല്ലാം അവർ പെട്ടെന്ന് ഈ ഒരു സമരത്തെ ഉപരോധിക്കാൻ വേണ്ടി അവരെ കണ്ടുപിടിച്ച ഉപരോധമാണ് ഞങ്ങൾക്കെതിരെ. എന്തായാലും ഞങ്ങളുടെ ഉപരോധം ഞങ്ങൾ ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ന്യായമായ ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. അത് ഈ പൊതുസമൂഹത്തിനറിയാം. അനാവശ്യമായിട്ടുള്ള ഒരു സമരമല്ല ഞങ്ങളുടേത്. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അത് നേടിയെടുത്തേ പോകൂ. ചേച്ചി, മറ്റൊരു കാര്യം, തുടക്കം മുതൽ സമരത്തിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓണറേറിയം കഴിഞ്ഞ മാസത്തെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ സമരക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അതെ, ഞങ്ങൾ ഫെബ്രുവരി 9 വരെ വർക്ക് ചെയ്തവരുടെ റിപ്പോർട്ട് ചില സെൻറ്ററുകളിൽ വാങ്ങി, ചില സെൻറ്ററുകളിൽ റിപ്പോർട്ടൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ 9 ദിവസത്തെ കാശ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ 9 ദിവസത്തെ കാശ് കൊടുക്കേണ്ടതാണ്, പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് പോലും വാങ്ങിച്ചിട്ടില്ല. അത് അന്യായം തന്നെയാണ്.